രണ്ട് സാധാ മീൽസ് മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. ഇതെന്തോന്ന് ചാക്കം കെട്ടില്? ഇത് തൊണ്ടിയാ, കരുണൻ തൊണ്ടി. ഓ, ആ തെണ്ടിയാ. ആ കള്ളത്തമ്പിയുടെ ചാരനായിട്ട് നമ്മളെ കണ്ടുപിടിക്കാൻ വന്നതാ. എന്താ എന്തൊരു വെയിറ്റ്? ഇവർക്ക് കരിവില്ലാണ് ഇതിരുന്ന്. എന്ത് വായിൽ പോണത്? നീ എന്തിനാണ് അവിടെ വന്നത്? ശിക്ഷ മുമ്പ് പ്രതിക്ക് പറയാനുള്ളത് കേൾക്കട്ടെ. അവനെ കൊണ്ട് ഞാൻ എന്തിനാണ് നീ ഇവിടെ വന്നത്? എന്റെ മുതലാളി പറഞ്ഞു. ഏത് മുതലാളി? എന്റെ മുതലാളി പലികുണം തമ്പിയാ. എന്തിന്? അതെ, നിന്റെ കൂടെ പഠിച്ച ഏതോ ഒരു കേന്ദ്രമന്ത്രി കൃഷ്ണമൂർത്തി വരുന്നുണ്ടെന്ന്. എന്റെ കൂടെ പഠിച്ച കേന്ദ്രമന്ത്രി? പഠിക്കുമ്പോ കുട്ടിയായിരുന്നു, ഇപ്പഴാ മന്ത്രിയായത്. അതാര്? ഏതോ ബില്ലാരി എന്നോ യാദവ് എന്നോ മറ്റാണ്. നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ബില്ലാരി, മദൻ ബില്ലാരി യാദവ് ഗോവയിൽ നമ്മൾ ഒന്നിച്ച് ഹോസ്റ്റലല്ലായിരുന്നോ? പൊക്കം കുറഞ്ഞ ചട്ടിത്തലേ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലേ അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. അയാൾ കേരളത്തിൽ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഇവിടെ വന്ന് നിന്നെ അന്വേഷിക്കും. അപ്പൊ നീ ഒളിവിലാണെന്നറിയും. അതിന് കാരണക്കാരനായി എന്റെ മുതലാളിയെ ഡൽഹിയിലുള്ള കരിമ്പൂച്ചകൾ വന്ന് വല്ല ബീഹാറിലോ കൊണ്ടുവന്നിട്ടും അതോർത്ത് കിണ്ടിത്തിനായിട്ട് എന്റെ മുതലാളി പേടിച്ച് ടൂറിസ്റ്റായിട്ടിരിക്കുക. അതുകൊണ്ട് പാർത്താ നീ പുറം ലോകത്തേക്ക് വന്നേ പറ്റൂ. അല്ല, അയാൾ അകത്താകാതിരിക്കാൻ ഇവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവനകത്താകത്തില്ലേ? അതെ, നാട്ടുകാരുടെ കണ്ണിൽ ഇവൻ വിഗ്രഹമോഷ്ടാവല്ലേ. അവരിവനെ തല്ലി കൊല്ലൂലേ? തല്ലുമായിരിക്കും, പക്ഷെ കൊല്ലാതിരിക്കാനൊരു വഴിയുണ്ട്. ഞാനിപ്പോ കൊല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊന്നില്ലല്ലോ, അതുപോലെ കാലി പിടിച്ച് കരഞ്ഞു പറഞ്ഞു. ഞാൻ പറയാം, പാർത്ഥൻ പുറത്തു വരും, പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? പാർത്ഥൻ അത് ശരി, എന്നോട് കണ്ടീഷൻ പറഞ്ഞിട്ട് പുള്ളിനെ പിടിച്ചിട്ട് പോവാ. നല്ല കണ്ടീഷൻ. കണ്ടീഷൻ പറയാം. ഞാൻ പുറത്തു വരണമെങ്കിൽ നിന്റെ ആ കള്ളത്തമ്പി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി മാപ്പ് വരണം. വിഗ്രഹമോഷണ കേസിൽ എനിക്ക് പങ്കില്ലെന്നും ഞാൻ നിരപരാധിയാണെന്നും എന്നെ കുരുക്കാൻ വേണ്ടി ഇത് അങ്ങേരൊരുക്കിയ തന്ത്രമാണെന്നും പബ്ലിക്കായിട്ട് വിളിച്ചു പറയണം. എങ്കിൽ പാർത്ഥൻ പുറത്തു വന്നിരിക്കും, അങ്ങേരകത്താവാതിരിക്കാൻ സമ്മതിച്ചോ? മുതലാളിമാരെ മാപ്പ് പറയണം, നീ പറയിപ്പിക്കണം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങേരിലെ വീണ്ടും സ്ഥാനാർത്ഥി. ഇത്തിരി എളിമ കാണിക്കാൻ പറ, എങ്കിൽ വോട്ടും കിട്ടും, പാർത്ഥനും പുറത്തു വരും. ഇല്ലെങ്കിൽ മദൻ ബില്ലാരി യാദവിന്റെ കരിമ്പൂച്ചകൾ. വേണ്ട, പറയിപ്പിക്കാം, മാപ്പ് പറയിപ്പിക്കാം. ഓക്കെ, നമസ്കാരം. നല്ല കാര്യവിവരമുള്ള നാട്ടുകാർ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആസന്നമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന ഈ വേളയിൽ അമ്പലത്തിലെ കളവ് പോയ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ചില നഗ്ന സത്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. അവൻ വന്നില്ലേടെ പാർത്ഥൻ. അവനെന്തിനു വരണം? അവനിത് അറിയണ്ടേ? അവനെന്തിനറിയണം? അവൻ അറിഞ്ഞാലല്ലേ ഒളിവിൽ നിന്ന് പുറത്തു വരും. അവനെന്തിനു പുറത്തു വരണം? അവൻ പുറത്തു വന്നില്ലേ ഞാൻ അകത്താകും. മുതലാളി അവനറിഞ്ഞോളും. ഇത് നേരത്തെ പറഞ്ഞൂടെ? കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വിശ്രമം വിഗ്രഹം കട്ടെടുത്തതും കുഴിച്ചിട്ടതും പാർത്ഥൻ അല്ല. അത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അന്നത്തെ ആവേശത്തിൽ ഞാൻ പാർത്ഥന്റെ മേൽ പഴിചാരിയെങ്കിലും അവൻ നിഷ്കളങ്കനും നിരപരാധിയും നിരുപദ്രവകാരിയുമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നന്മയുടെ പ്രതീകമായ ആ ചെറുപ്പക്കാരന്റെ മേൽ കുറ്റം ആരോപിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഒളിവിലിരിക്കുന്ന പാർത്ഥൻ പുറം ലോകത്തേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മൈക്ക്. ഒരു പാവം ചെറുപ്പക്കാരന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി എന്നെ ആത്മാർത്ഥതയുടെ പ്രതീകമായി കണ്ട് ആസന്നമായ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമീണ ജനപക്ഷ സ്ഥാനാർത്ഥിയായി എനിക്ക് നിങ്ങളുടെ വിലയേറിയ ഗ്രാമീണ വോട്ടുകൾ തന്ന് ഗ്രാമീണമായി വിജയിപ്പിക്കണമെന്ന് ഞാൻ ഗ്രാമീണമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വൈകിയ വേളയിലെങ്കിലും വിഗ്രഹമോഷ്ടാവെന്ന് ചിത്രീകരിക്കപ്പെട്ടിരുന്ന എന്നെ ഒരു നിരപരാധിയാണെന്ന് നിങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തിയ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഫൽഗുണൻ തമ്പി അവർക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിർത്തണം നിന്റെ പ്രസംഗം. നാട്ടുകാരെ,
ഇവനെ വിശ്വസിക്കരുത്, ഇവൻ കള്ളനാണ്. MLA ചതിക്കരുത്. അവൻ പറയട്ടെ, എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സെറ്റപ്പ്. എന്ത് സെറ്റപ്പ്? ഏതോ ഒരു കേന്ദ്രമന്ത്രി വരുന്നെന്നും ഇവന്റെ ചങ്ങാതിയാണെന്ന് പറഞ്ഞു കേട്ട് വിശ്വസിച്ചല്ലേ തമ്പി അങ്ങ് നീ സെറ്റപ്പ് ഉണ്ടാക്കിയത്? അങ്ങനെ ഒരു മന്ത്രിയും ഇവിടെ വരുന്നില്ല. ഇവന് രക്ഷപ്പെടാൻ വേണ്ടി കളിച്ചൊരു നാടകമാ നാടകം. നേരെയാണോ ഇത്? പിന്നല്ലാതെ, ഞാൻ ഈ നാട്ടിലെ MLA ആണ്, എനിക്കറിയാത്തതാണോ? പരമനാറി, ദൈവം എന്റെ കൂടെയാടാ. അതുകൊണ്ട് MLA യാക്കര പ്രഭാകരൻ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. പ്രിയമുള്ള നാട്ടുകാരെ, ഞാൻ പറഞ്ഞത് പ്രസംഗിച്ചതല്ല, പിൻവലിച്ചിരിക്കുന്നു. ഇവൻ കള്ളനാണ്. വെറും കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ച കള്ളനെ സമ്മതിച്ചു. പക്ഷെ ഞാൻ കള്ളനായത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ നിൽക്കുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലടാ, ഈ നാട്ടുകാർ ഇനി നിന്നെ വെച്ച് പൊറുപ്പിക്കില്ല. വേണ്ട വേണ്ട, കേട്ടണ്ട. നാട്ടുകാർക്ക് അവകാശപ്പെട്ട ക്ഷേത്രം കൈയടക്കി വെച്ച് കട്ടുമുടിക്കുന്ന തന്റെയും ഈ കള്ളത്തമ്പിയുടെയും തനിനിറം പുറത്തു കൊണ്ടുവരുന്നവരെ പാർത്തനെ എന്ത് കളിയും കളിക്കും. എന്നാ കളിക്ക്. ആ കളിയിൽ നിഷ്കളങ്കരായ ഈ നാട്ടുകാർ ജയിക്കുമോ, നീ ജയിക്കുമോ എന്ന് നമുക്കൊന്ന് കാണാം. കാണാനൊന്നുമില്ല സാറേ, പാർത്തം കളിക്കും. പക്ഷെ അത് സാറിന്റെയും ഈ തമ്പിയുടെയും പോലെ ഞാനുമ്മ കിടന്നുള്ള കളി പോലെ ആയിരിക്കില്ല. പ്രിയമുള്ള നാട്ടുകാരെ, പിന്നെന്ത് കളി? അതുകൂടെ പറഞ്ഞിട്ട് പോടാ. പറയാം. പാർത്ഥന് വേണ്ടി മാധവൻ പറയാം ആ കളി എന്താണെന്ന്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം സ്ഥാനാർത്ഥിയായ തമ്പിക്കെതിരെ ജനകാരുണ്യ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർത്ഥൻ മത്സരിക്കും. നീ എന്തായി പറയുന്നത് മാധവ? ഞാൻ മത്സരിക്കാനോ? അതും അമ്മാവനെതിരെ? നിനക്ക് വേണ്ടിയല്ലല്ലോ നീ മത്സരിക്കുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയല്ലേ. മത്സര രംഗത്ത് ബന്ധുക്കളില്ല, ശത്രുക്കളേ ഉള്ളൂ. നിന്റെ ആവനാഴിയിലെ അമ്പുകൾ ജയിക്കാനുള്ളതാണ്, തോൽക്കാനുള്ളതല്ല. എടുത്തങ്ങ് പ്രയോഗിക്കണം. അതെ, ഞാൻ മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തമ്പിക്കെതിരായിട്ട് പാർത്ഥൻ മത്സരിക്കുന്നു. എങ്കിലൊരു വാതുവൈ, ഈ അംഗത്തിൽ തോറ്റാൽ നീ എന്ത്? ഫൽഗുനൻ തമ്പി പറയുന്നത് എന്തും ഞാൻ ചെയ്യും. എന്തും. സ്ഥാനാർത്ഥി നിക്ക്. എന്നാ തലമുണ്ഡനം ചെയ്ത് പച്ച പുള്ളി കുത്തി ഈ കൃഷ്ണപുരം കവലയിലെ അരയാൽ കൊമ്പിൽ അർത്ഥനഗ്നനായി തല കീഴായി 3 രാവും പകലും നീ ഞാൻ കിടക്കണം. സമ്മതിച്ചോ? അത് പിന്നെ സമ്മതിച്ചു. ജയിച്ചാൽ നിന്റെ വീടിന്റെ കുശിനിപ്പുരയിൽ പഞ്ചപുച്ഛമടക്കി നിന്റെ ബാല്യക്കാരനായി നീ പറയുന്നിടത്തോളം കാലം ഞാൻ നിൽക്കൂടാ, ശമ്പളമില്ലാതെ. വേണ്ട, പാർത്ഥനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ എതിർ സ്ഥാനാർത്ഥി അച്ഛനായിരിക്കില്ല, ഞാനായിരിക്കും. എന്റെ മാള കഴിഞ്ഞില്ല. ഈ പന്തയത്തിൽ ഞാൻ തോറ്റ അച്ഛൻ പറഞ്ഞ കുശിനിപ്പടിക്ക് ഞാൻ വരും. MLA അവള് കുശിനി. വേണ്ട, അച്ഛൻ അടുക്കളയാണ് പറഞ്ഞതെങ്കിൽ അന്തപ്പുരമാകട്ടെ മകൾ. അന്തപ്പുരോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. തോറ്റാലി പാർത്ഥന്റെ അന്തപ്പുരത്തിലെ പാദസേവ ചെയ്യുന്ന സഹധർമ്മിണി മകളായിരിക്കും. സമ്മതിച്ചോ? സമ്മതിച്ചു. മാധവ, 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 മാധവ.
ഇവനിത് എവിടെ പോയി കിടക്കും? മാധവ, മാധവ, കേറി വരാനാ പറഞ്ഞത്. എന്തോ നടത് മനുഷ്യനെ പേടിപ്പിക്കുന്നോ? എന്തിനാ നീ പാതിരാ നേരത്ത് ഇങ്ങോട്ട് വന്നത്? എന്തിനാ കുളത്തിൽ മുങ്ങിയത്? കുളത്തിൽ മുങ്ങി? ആര്? നീ മുങ്ങിയെങ്കിൽ എന്റെ ശരീരം നനയില്ലേ? ദാ നോക്ക്, നനഞ്ഞിട്ടുണ്ടോ? എന്താടാ നിനക്ക് എന്ത് പറ്റി? നീ ഇങ്ങോട്ട് എന്തിനു വന്നു എന്ന് നോക്കാനാ ഞാൻ വന്നത്. കല്ല് വെച്ച നുണ പറയുന്നോടാ. ഞാൻ കണ്ടതല്ലേ നീ പാത്തും പതുങ്ങി ഇങ്ങോട്ട് വരുന്നതും കുളത്തിൽ മുങ്ങുന്നതും. സത്യം പറയടാ, നീ ആരാ? എന്തുദ്ദേശിച്ചാ നീ എന്റെ പുറകെ കൂടിയിരിക്കുന്നത്? പറയടാ, അല്ലെങ്കിൽ എന്റെ തലയ്ക്ക് തീ പിടിക്കും. ഞാൻ ആരാണെന്നറിയണം? നോക്ക്, ഈ കണ്ണുകളിലേക്ക് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. എന്താ എല്ലാരും കൂടി അങ്ങോട്ടാ? അറിഞ്ഞില്ലേ നമ്മുടെ പാർത്തൻ കൊളക്കടയിൽ മരിച്ചെടുക്കുന്നു? അയ്യോ, ഇന്നലെ വരെ ഉണ്ടായിരുന്നതാണ് ഈശ്വര. ചതിച്ചോ പറച്ചോനെ? അത് ഞാൻ അവനെവിടെ? ആര്? മറ്റവൻ. മറ്റവനോ? ഏത് മറ്റവൻ? അവൻ കുഴപ്പക്കാരനാ, മുടിയനാ, ചാത്തനാ. നീ ഇതാരുടെ കാര്യം പറയുന്നത്? ഇന്നലെ രാത്രി എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്. അവനെ കുളത്തി ചാടുന്നത്. ഇവിടെ മുങ്ങിയവൻ അവിടെ പൊങ്ങി. ഇല്ല, പൊങ്ങിയില്ല. അവനവന്റെ കണ്ണിൽ കൂടെ നോക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ കൂടെ നോക്കിയപ്പോ 1000 മയിൽപീലികൾ. എന്റെ പടച്ചമ്പരാൻ, ഇവന്റെ ഉള്ളിൽ വല്ല ജിന്ന് കൂടിയോ? എടാ പാർത്ത, എന്താണ് ഇവിടെ? അവൻ, ഇവൻ തന്നെ അവൻ, കുളത്തി ചാടിയവൻ. എന്തിനാണ് ഇന്നലെ കുളത്തി ചാടിയത്? കുളത്തിൽ ചാടിയെന്നോ? ഇവനെന്താ വട്ടായി പോയോ? കുളത്തിൽ ചാടിയവൻ കുളത്തിൽ ചാടാത്തവനോട് ചോദിക്കുന്നു എന്തിനാ കുളത്തിൽ ചാടിയത്? കുളത്തിൽ ചാടാത്ത ഞാൻ എങ്ങനെ കുളത്തിൽ ചാടിയെന്ന് പറയും? എടാ സുലൈമാനെ, ഇവനെന്തിനാ കുളത്തിൽ ചാടിയത്? വിട്, ഇതിനുള്ള മാർഗം എനിക്കറിയാം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു മാധവ. എന്ത് സ്വപ്നം? ഞാൻ കണ്ടു. കണ്ടോ? കണ്ടില്ലേ? ഞാൻ കണ്ടതാണല്ലോ. ആണോ? ഇങ്ങോട്ട് വാടാ. ഇന്നലെ വാറ്റടിച്ച് നിലതെറ്റി കാണും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവിടെ തമ്പിയും കൂട്ടനും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികയും കൊടുത്തു. അപ്പോഴാ നീ ഇവിടെ കണ്ടോ കണ്ടില്ലോ എന്ന് പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാടാ. പിന്നെ പോയി. എന്താ?